നമസ്കാരം. ഗുരുകൃപ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജ്യോതിഷശാസ്ത്രപ്രകാരം കർമ്മങ്ങളുടെ കണക്കുപുസ്തകം സൂക്ഷിക്കുന്ന നീതിമാനായ ആ ഗ്രഹത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കർമ്മഫലദാതാവായ ശനിദേവൻ. നമ്മുടെ ഓരോ പ്രവൃത്തിക്കും അനുസരിച്ചുള്ള ഫലം നൽകുന്ന ശനിദേവൻ ഈ ഏപ്രിൽ 17 ഒരു നിർണായക മാറ്റത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അദ്ദേഹം തന്റെ നക്ഷത്രസ്ഥാനം മാറി ഉത്തരാഭദ്രപാദം നക്ഷത്രത്തിന്റെ 4-ാം പാദത്തിലേക്ക് പ്രവേശിച്ചു. മെയ് 17 വരെ കൃത്യം ഒരു മാസക്കാലം ശനി ഈ സ്ഥാനത്ത് തുടരും. ശനിയെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം എന്നത് വളരെ ചെറിയ കാലയളവാണെങ്കിലും അതിന്റെ പ്രഭാവം വളരെ വലുതാണ്. നിങ്ങൾ ചെയ്യുന്ന നന്മയ്ക്കും തിന്മയ്ക്കും കൃത്യമായ പ്രതിഫലം നൽകുന്ന ശനിദേവന്റെ ഈ മാറ്റം ചില രാശിക്കാർക്ക് പരീക്ഷാകാലമാണ്. ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഒഴിവാക്കാൻ ജാഗ്രത അനിവാര്യമായ 4 രാശിക്കാരെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ജാഗ്രത പാലിക്കേണ്ട 4 രാശികൾ. ഇടവം രാശി. ഇടവക്കൂറുകാരുടെ സാമ്പത്തിക നിലയിൽ ഈ മാസം വലിയ വെല്ലുവിളികൾ ഉണ്ടായേക്കാം. അപ്രതീക്ഷിത ചെലവുകൾ നിങ്ങളെ തേടിയെത്തും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സമയത്ത് പുതിയ ലോണുകളോ വലിയ സാമ്പത്തിക ഇടപാടുകളോ ഒഴിവാക്കുക. ജോലിയിൽ അടിയന്തര തീരുമാനങ്ങൾ എടുക്കരുത്. മേലുദ്യോഗസ്ഥരുമായി തർക്കങ്ങൾ ഒഴിവാക്കി ജോലിയിൽ 100% ആത്മാർത്ഥത കാണിക്കുക. കുടുംബത്തിൽ, പ്രത്യേകിച്ച് കുട്ടികളുമായുള്ള സംസാരത്തിൽ വാക്കുകൾ സൂക്ഷിക്കുക. കന്നി രാശി. കന്നിരാശിക്കാർക്ക് ഈ കാലയളവ് വഞ്ചനകൾക്കെതിരെയുള്ള ജാഗ്രതയുടെ കാലമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓൺലൈൻ തട്ടിപ്പുകൾ, വ്യാജ നിക്ഷേപങ്ങൾ എന്നിവയിൽ വളരെ ശ്രദ്ധിക്കണം. ആരെയും അന്ധമായി വിശ്വസിക്കരുത്. വരുമാനത്തിൽ കുറവും ചെലവിൽ വർധനവും അനുഭവപ്പെടാം. ഈ ഒരു മാസം നിക്ഷേപങ്ങൾക്ക് മുതിരാതെ സംയമനം പാലിക്കുക. കുടുംബത്തിലെ സമാധാനം കാത്തുസൂക്ഷിക്കുക എന്നതാണ് നിങ്ങളുടെ പ്രധാന കടമ. ധനുരാശി. ധനുരാശിക്കാർക്ക് സാമ്പത്തിക ഇടപാടുകളിലും ബന്ധങ്ങളിലും കർശന ശ്രദ്ധ വേണം. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ കൊടുക്കുന്ന കടം തിരികെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനാൽ ഈ മാസം പുതിയ കടം കൊടുക്കരുത്. ബിസിനസ്സുകാർ പങ്കാളികളെ അമിതമായി വിശ്വസിക്കാതെ കണക്കുകൾ സ്വയം പരിശോധിക്കുക. പുതിയ സംരംഭങ്ങൾ മെയ് 17 ശേഷം മതിയാകും. പ്രണയബന്ധങ്ങളിൽ ഈഗോ ഒഴിവാക്കി തുറന്നു സംസാരിക്കുക. കുംഭം രാശി. കുംഭരാശിക്കാർക്ക് തൊഴിൽപരമായ സമ്മർദ്ദം ഈ മാസത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ചെയ്ത ജോലിക്ക് അർഹമായ അംഗീകാരം കിട്ടാത്തത് നിങ്ങളെ മാനസികമായി തളർത്താം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത കുറയാൻ സാധ്യതയുണ്ട്. ഓരോ ചുവടും സൂക്ഷിച്ചു വെക്കുക. ക്ഷമയാണ് ഈ സമയത്ത് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ശനിയുടെ പാഠങ്ങൾ. ശനിദേവൻ വെറും ഗ്രഹമല്ല, അദ്ദേഹം ഒരു കഠിനനായ അധ്യാപകനാണ്. ഈ കാലഘട്ടത്തിൽ നാം ഉൾക്കൊള്ളേണ്ട ചില പാഠങ്ങളുണ്ട്. ചിട്ടയായ ജീവിതം. ശനി അച്ചടക്കത്തിന്റെ ഗ്രഹമാണ്. അതിനാൽ കൃത്യസമയത്ത് എഴുന്നേൽക്കുക, ചിട്ടയോടെ ഭക്ഷണം കഴിക്കുക, വ്യായാമം ചെയ്യുക. ഈ ചെറിയ മാറ്റങ്ങൾ വലിയ നെഗറ്റീവ് ഊർജ്ജത്തെ തടയാൻ സഹായിക്കും. നല്ലതു മാത്രം ചിന്തിക്കുക, നന്മ മാത്രം പ്രവർത്തിക്കുക. അങ്ങനെയെങ്കിൽ ശനിദേവനെ പേടിക്കേണ്ട കാര്യമില്ല. അനാവശ്യ ചെലവുകൾ, ഇത് ഇപ്പോൾ അത്യാവശ്യമാണോ എന്ന് സ്വയം ചോദിച്ചതിനു ശേഷം മാത്രം പണം ചെലവാക്കുക. ആത്മവിശ്വാസം. സൗഹൃദങ്ങളിലോ പ്രണയത്തിലോ അകലം തോന്നിയാൽ അത് നിങ്ങളെ തളർത്താനല്ല, മറിച്ച് നിങ്ങളെ കൂടുതൽ ശക്തരാക്കാനുള്ള ശനിയുടെ പരീക്ഷണമാണെന്ന് തിരിച്ചറിയുക. ശനിദേവന്റെ ഈ മാറ്റം ചില രാശിക്കാർക്ക് വലിയ ആശ്വാസവും നേട്ടവുമാണ് നൽകുന്നത്. കർക്കടകം. ഈ രാശിക്കാർക്ക് ഭാഗ്യം കൂടെയുണ്ടാകും. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ നടന്നുകിട്ടും. ഗുരുക്കന്മാരുടെയും മുതിർന്നവരുടെയും സഹായം ലഭിക്കും. അറിവ് വർദ്ധിക്കുന്ന കാലമാണ്. വൃശ്ചികം. സർഗാത്മകമായ മാറ്റങ്ങൾ ജീവിതത്തിൽ വരും. പുതിയ ആശയങ്ങൾ വിജയിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും. മകരം. ശനിയുടെ സ്വന്തം രാശിയായതുകൊണ്ട് കൂടുതൽ കരുത്ത് ലഭിക്കും. ആത്മവിശ്വാസം കൂടും. തടസ്സങ്ങൾ മാറി മുന്നേറാൻ സാധിക്കും. തുലാം. ശത്രുക്കളെ അതിജീവിക്കാൻ സാധിക്കും. സാമ്പത്തിക ബാധ്യതകൾ കുറയും. മത്സരങ്ങളിലും ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വിജയം ലഭിക്കും. ഓർക്കുക, ശനി ആരുടെയും ശത്രുവല്ല. നമ്മുടെ കർമ്മങ്ങളുടെ ഫലം കൃത്യമായി നൽകി നമ്മളെ ജീവിതത്തിൽ തിരുത്തി മുന്നോട്ട് നയിക്കുന്ന ഗുരുവാണദ്ദേഹം. ഈ ഒരു മാസം നമ്മുടെ ക്ഷമയെയും ആത്മാർത്ഥതയെയും ശനിദേവൻ പരീക്ഷിക്കുകയാണ്. ഈ പരീക്ഷയിൽ വിജയിച്ചാൽ ലഭിക്കുന്ന സമ്മാനം വളരെ വലുതായിരിക്കും. നിങ്ങളുടെ കർമ്മം ശുദ്ധമാണെങ്കിൽ ശനിദേവനെ ഭയക്കേണ്ടതില്ല. ജാഗ്രതയോടെ ഓരോ ദിവസവും മുന്നോട്ടു പോവുക. ഇത്രയുമായിരുന്നു ഇന്നത്തെ വിശേഷം.
ഈ വിവരം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യുക. അടുത്തൊരു ജ്യോതിഷ വിശേഷവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഐശ്വര്യങ്ങൾ നേരുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നമസ്കാരം.